ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. വിശ്വാസികൾക്ക് പുണ്യത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന റമളാൻ മാസത്തിൽ മുള്ളൂർക്കര മഹലിലെ നോമ്പ് തുറയ്ക്ക് നൂറ്റാണ്ടുകളുടെ രുചിപ്പെരുമയുണ്ട്. ഔഷധക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കിയ മുള്ളൂർക്കരയിലെ ജീരകക്കഞ്ഞി വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് തലമുറകൾ കൈമാറി വന്ന ഒരു ചരിത്രം കൂടിയാണ്. ശാരീരികവും മാനസികവുമായ ശുദ്ധിയോടെ വിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ മുള്ളൂർക്കര ജുമാ മസ്ജിദ് കമ്മിറ്റി ഒരുക്കുന്ന ജീരകക്കഞ്ഞിക്ക് പറയാൻ നൂറ്റാണ്ടുകളുടെ കഥകളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത പഴയകാലത്ത് നോമ്പ് തുറക്കാൻ ആശ്രയമായിരുന്ന ഈ ഔഷധക്കഞ്ഞി ഇന്നും മഹലിലെ പ്രധാന ആകർഷണമാണ്. ജീരകം, ഉലുവ, ചെറിയ ഉള്ളി, നെല്ല് കുത്തിയ അരി എന്നിവയ്ക്കൊപ്പം മറ്റ് വിശേഷപ്പെട്ട ഔഷധക്കൂട്ടുകളും ചേർത്താണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. മഗ്‌രിബ് ബാങ്ക് മുഴങ്ങുന്നതോടെ പ്രദേശവാസികൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ഈ കഞ്ഞി കുടിച്ച് നോമ്പ് തുറക്കുന്നത്. വിശുദ്ധമായ റമദാനിന്റെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 10 ഇന്ന് പൂർത്തിയാവുകയാണ്. അനുഗ്രഹത്തിന്റെ 10 എന്ന് പറയപ്പെടുന്നത് അവസാനിച്ച് അടുത്തത് പൊറുക്കലിനെ തേടുന്ന 10ലേക്കുള്ള പ്രവേശനമാണ്. ഈ സമയത്ത് റമദാന്റെ ആരംഭം മുതൽ 1 മുതൽ ഇൻഷാ അല്ലാഹ് 30 ദിവസവും നീണ്ടു നിൽക്കുന്ന ജീരകക്കഞ്ഞി വിതരണമാണ് മുള്ളൂർക്കര മഹലിന്റെ കീഴിൽ നടന്നു വരുന്നത്. ഈ പ്രദേശത്തൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളികളിലും ജീരകക്കഞ്ഞി ഉണ്ടാവും. നോമ്പ് തുറക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി ജീരകക്കഞ്ഞി തയ്യാറാക്കി വെക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും, പരിസര മഹലുകളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ കഞ്ഞി വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് മുള്ളൂർക്കരയിലെ ജീരകക്കഞ്ഞിയുടെ പ്രത്യേകത. അതിനുശേഷമാണ് ഇഫ്താറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടന്നു വരുന്നത്. ഇത് കാലങ്ങളോളമായി തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്, സംവിധാനമാണ്. അത് ഈ നോമ്പ് മാസമായി കഴിഞ്ഞാൽ ഈ മുള്ളൂർക്കര മാത്രമല്ല ഈ പരിസര പള്ളികളിലൊക്കെ ജീരകക്കഞ്ഞി വിതരണം ചെയ്യുന്നത് സാധാരണയാണ്. പഴയകാലത്തെ പട്ടിണിയും പ്രയാസങ്ങളും അതിജീവിച്ച കഥകൾ ഇന്നും മുള്ളൂർക്കരയിലെ കാരണവന്മാരുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പാരമ്പര്യം ഒട്ടും ചോരാതെ ഇന്നും ഈ കഞ്ഞി വിതരണം തുടരുന്നതിൻ്റെ സവിശേഷതകൾ മഹൽ ഭാരവാഹികളായ MP കുഞ്ഞിക്കോയത്തങ്ങൾ, ഉമ്മർ മാസ്റ്റർ, മുള്ളൂർക്കര മഹൽ ഇമാം എന്നിവർ VCV ന്യൂസുമായി പങ്കുവച്ചു. സ്വാഭാവികമായും ഈ പള്ളി നിർമ്മിച്ച കാലം മുതൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. വീടുകളിൽ പാചകം ചെയ്ത് ഇവിടെ വരികയും നോമ്പ് തുറക്കുന്നവർക്ക് ഒരു ചട്ടിയിലാണ് കഞ്ഞി കൊടുത്തിരുന്നത്. അന്ന് 1, 2, 3 കാരക്ക കൊണ്ടുവന്ന് അത് പൊളിച്ചിട്ടായിരുന്നു ഒരു കാരക്കയുടെ ഒരു കഷ്ണവും കുറച്ച് കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ടായിരുന്നു അന്നത്തെ നോമ്പ് തുറ. അന്ന് ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പിന്നെ കാലാനുസൃതമായി പുരോഗതി വന്നപ്പോൾ ഈ രംഗത്തും വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മുള്ളൂർക്കര പള്ളിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം യാത്രക്കാർ ഒക്കെ നോമ്പ് തുറക്ക് എത്തിച്ചേരുന്ന ഇവിടെയാണ്. അപ്പോൾ ഈ കഞ്ഞി വിതരണത്തിന് ശേഷം, മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നോമ്പ് തുറക്കുള്ള എല്ലാ വിഭവങ്ങളും ഏറെക്കുറെ ദിവസങ്ങളിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ഈ സംരംഭവുമായി സഹകരിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. You are watching VCV News.